ഒന്നും സമനില. ഞാനിതെങ്ങനെ സഹിക്കും? അവരുടെ മുഖത്ത് ഞങ്ങനെ നോക്കും. എന്ത് പറ്റി രമണ? 1-1 സമനില, ഡ്രോ. 1-1 സമനില. എന്താ ചിരിക്കണേ? ഒന്നുമില്ലേ? അതെ, ഇത്ര ചിരിക്കാൻ ഞങ്ങൾ കളി തോറ്റൊന്നുമില്ലല്ലോ, സമനിലല്ലേ? എന്റെ പൊന്നു വാസനെ, ഡ്രോ എന്ന് പറഞ്ഞ ബ്രസീൽ തോറ്റ പോലെ തന്നെ. അതെങ്ങനെയാ ഡ്രോ തോറ്റ പോലെ ആവണേ? ബ്രസീലിന്റെ സമനില ഞങ്ങൾക്ക് തോറ്റ പോലെയാണ്. നിങ്ങൾ മിണ്ടണ്ട. 2022 വേൾഡ് കപ്പിൽ മൊറോക്കനോട് തോറ്റ് ക്വാർട്ടറിൽ ഔട്ടായ ടീമാണ്. പൊന്നളിയ നിന്റെ ഹിസ്റ്ററി ക്ലാസ് ഒന്ന് നിർത്ത്. കപ്പ് ചോദിച്ചാലും 5 കപ്പ് ഹിസ്റ്ററി പറയും, കളി ചോദിച്ചാലും ഹിസ്റ്ററി. 2022 നിങ്ങളും ക്വാർട്ടറിൽ പൊട്ടിയ ടീമല്ലേ? ഇത് ഞങ്ങളെ കളിയാക്കണ ഫൈനൽ കളിച്ച പോലെ അഹങ്കാരം. മൊറോക്കോ ഫിഫ റാങ്കിങ്ങിൽ 7ാമത് നിൽക്കുന്ന ടീമാണ്, ഞങ്ങള് 6ാമതും. 2 ശക്തന്മാർ തമ്മിലുള്ള ഗ്രൂപ്പില് ഏറ്റവും കിടിലം പോരാട്ടമായിരുന്നു ഇന്നലെ. അല്ല, നിന്റെ ലോജിക്ക് വെച്ച് ഇത്തവണത്തെ വേൾഡ് കപ്പ് ഞങ്ങൾ നേരിട്ട് പോയി വാങ്ങായിരുന്നു, കാരണം ഞങ്ങൾ റാങ്ക് 1 അതെ, 2022 വേൾഡ് കപ്പിൽ ഫസ്റ്റ് കളി സൗദി അറേബ്യനോട് തോറ്റ ആൾക്കാരല്ലേ നിങ്ങള്? അവർ 61 റാങ്ക് കണ്ട് ഇപ്പൊ. എന്നിട്ട് ഞങ്ങളെ കളിയാക്കണം, ഞങ്ങൾക്ക് സമനില കിട്ടിയില്ലേ? എടാ, തവണ കപ്പടിച്ചതാരാ? ഞങ്ങള്. എന്നിട്ട് പിന്നെ നീ സൗദിയോട് തോറ്റത് പിന്നെ പറയേണ്ട ആവശ്യം എന്ത്? അതൊക്കെ കഴിഞ്ഞ് കപ്പടിച്ച് നാണക്കേടൊക്കെ മാറ്റി. ഗ്രൂപ്പിലെ ശക്തന്മാരെ ഏറ്റുമുട്ടിയപ്പോ സമനില. അടുത്ത കളി ഞങ്ങൾ ഗോൾ മഴ വർഷിച്ച് കളി ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. നോക്കിക്കോ നിങ്ങൾ. ഈ കളി വെച്ചിട്ടാണെങ്കിൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഗ്രൂപ്പ് അടക്കില്ല. കാണാ അടുത്ത കളി പരിക്ക് മാറി ഞങ്ങളുടെ സുൽത്താൻ വരും, പിന്നെ ഗോൾ മഴയായിരിക്കും. ഗോൾ മഴയല്ലേ, എതിർ ടീം വർഷിക്കും. സുൽത്താൻ ഇല്ലേലും ബ്രസീൽ ഉണരുന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി കളിയാ ഫാസ്റ്റിനെ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. നീ എന്തിനാ ചിരിക്കണേ? അതല്ല, രാജാവ് ഏത് പ്രജ ഏതെന്നുള്ള നിന്റെ ഇന്നലത്തെ പഞ്ച് ഡയലോഗ് ഇല്ലേ, അതാലോചിച്ച് ചിരിച്ചതാ. ഐവറി കോസ്റ്റിന് ഇവിടെ മിണ്ടണ്ട, കളി ജയിച്ചവർക്ക് ഇവിടെ വോയിസ് ഉള്ളൂ, നീ മിണ്ടണ്ടത്. ബാസ്റ്റിന് പൊസഷൻ നിങ്ങൾക്കായിരുന്നു എന്നുള്ള ആ പോയിന്റ് നീ വിട്ടുപോയി എന്ന് തോന്നുന്നു, ഓർമ്മിപ്പിച്ചതാ. അതെ, 54% പൊസഷൻ ഞങ്ങൾക്കായിരുന്നു. പിന്നെ പിന്നീട് ആ ഗോള് കണ്ടോ, 101 km/h വെടിയുണ്ട നോക്കില്ലേ? സ്പീഡ് ഇട്ട് പുഴുങ്ങിയ കളി ജയിക്കില്ലല്ലോ. 101 അടിച്ചിട്ട് എന്താ കാര്യം? എടാ, തോറ്റില്ലല്ലടാ, സമനിലല്ലേ? അളിയാ, ഇന്നലത്തെ കളി കണ്ടുകൊണ്ട് പറയാണ്, നിങ്ങളുടെ മിഡ്ഫീൽഡ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ നിങ്ങളുടെ ടീമിനോട്, അല്ലെങ്കിൽ ഇവന്മാരുടെ ഉണക്ക ടീമിൽ നിന്ന് ഞങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പഴയ പ്രൗഢിയൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയ ഗ്രൂപ്പ് കിടക്കാൻ നോക്കേ. ഗ്രൂപ്പും കടക്കും, കപ്പും അടിക്കും. നിങ്ങളുടെ ഫസ്റ്റ് കളി കഴിഞ്ഞാലല്ലോ, അത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താത്? ഇന്ന് രാത്രി 10:30 ജർമ്മനിയുടെ കളിയുണ്ട്. കുറസോവ അല്ലേ? അതൊക്കെ ഒരു ടീമാണോ? അങ്ങനെ കൊച്ചാക്കി കാണണ്ട ഗബ്രു ഈ കുറസോവേനെ. ഫിഫ റാങ്കിങ്ങിൽ 82ാം സ്ഥാനത്താണേലും ഫിഫ വേൾഡ് കപ്പിൽ എത്തുന്ന ഏറ്റവും ചെറിയ നാഷനാണ് അവര്. വേൾഡ് കപ്പിലെ ക്വാളിഫയർ മാച്ചേഴ്സ് 10 എണ്ണത്തിൽ 7 എണ്ണവും ജയിച്ച കുഞ്ഞൻ ടീമാണ് അവര്. ടീമിന്റെ കോച്ച് ലെജൻഡറി ഡച്ച് കോച്ച് ഡിക് അഡ്വക്കേറ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. അഡ്വക്കേറ്റിന്റെ ഡിക് ആയാലും ഡിക് അഡ്വക്കേറ്റ്, നീ അങ്ങനെ പറഞ്ഞ അർത്ഥം മാറൂട്ടാ. ആരായാലും ഞങ്ങൾ ഇന്ന് ജയിക്കും. കുറസോവേനെ ഞങ്ങൾ പറപ്പിക്കും. ഇവൻ ജർമ്മനിനെ സപ്പോർട്ട് ചെയ്ത് ഇവന്റെ മാൻഡ്രേക്ക് വർക്കായി. ഇത്തവണയും ജർമ്മനി പുറത്താവുന്നാണ് എനിക്ക് തോന്നുന്നത്. അളിയാ, മാൻഡ്രേക്ക് ഗബ്രു ഒക്കെ പണ്ട് കഴിഞ്ഞ 2 IPL കപ്പ് കിട്ടിയതാർക്കാ? RCBക്ക്. IPL വേറെ, വേൾഡ് കപ്പ് വേറെ. IPL RCB കപ്പടിച്ച പോലെ 2014 റിപ്പീറ്റ് ചെയ്ത് കപ്പടിക്കാൻ ജർമ്മൻ പട വരുന്നു. എതിരാളികളെ പൊളിച്ചെടുക്കുന്ന ജർമ്മൻ യുവ മധ്യനിര, ഗോൾ വലയ്ക്ക് മുന്നിൽ കോട്ട കെട്ടി നിൽക്കുന്ന പ്രതിരോധ നിരയും തകർത്ത് കുറസോവ ജയിക്കണമെങ്കിലേ ഇത്തിരി വിയർക്കും. 10:30 കളി, നമുക്ക് കാണാം.